മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ. ഇന്ന് അവനെ പീസാക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. നോമ്പറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ, ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറെ നിങ്ങളുടെ അച്ഛനായിരുന്നു, മരിച്ചുപോയിട്ടുള്ള അച്ഛനായിരുന്നു. രണ്ടാമത് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള ഒരു മകന്റെ അച്ഛന്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ഈശ്വര ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. എന്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അയ്യോ വത്സല എന്നെ കയറി പിടിച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ല. അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഗതികേട്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കണ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ചരിത്രം എന്തായിരുന്നു? എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എന്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. കേട്ട് പഠിക്കടാ, ബാക്കി പറ. ഞാൻ എന്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അവൾ എനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.